കഴിഞ്ഞ വീഡിയോയിൽ അതിഭീകരനായ ഒരു കടുവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോയിൽ രന്തംബോർ രാജ്ഞിയുടെ നാടകീയമായ ജീവിത കഥയാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, ഏറ്റവും കൂടുതൽ ഫാൻസുള്ള മച്ലി കടുവയെക്കുറിച്ചാണ്. ഒരു കാലത്ത് രാജകീയരുടെ നാടായ രാജസ്ഥാനിലെ രൺതംബോർ വനത്തിൽ ഒരു വലിയ പൂച്ച താമസിച്ചിരുന്നു. വലിയ പൂച്ച എന്ന് പറയുന്നത് അത്രയും സ്നേഹത്തോടു കൂടിയാണ്. രാജസ്ഥാനിലെ രജപുത്ര യോദ്ധാക്കളുടെ വീരകഥകളിൽ ഒട്ടും കുറവല്ല മച്ലിയുടെയും. നമ്മൾക്ക് മച്ലിയുടെ ആ ധീരതയുടെ നിമിഷങ്ങളിലേക്ക് പോവാം. മച്ലി ഒരു പെൺകടുവയാണ്. ലോകമെമ്പാടും മച്ലിയുടെ ജീവിതകഥ വളരെ പ്രചാരത്തിലാണുള്ളത്. വന്യജീവി പ്രേമികളും ഫോട്ടോഗ്രാഫർമാരും മച്ലിയെ കാണാൻ ലോകമെമ്പാടും നിന്നും ഒഴുകിയെത്തുമായിരുന്നു. മച്ലി രൺതംബോറിലെ രാജ്ഞി തന്നെയായിരുന്നു. ലോകത്തിന് ഒരു സെലിബ്രിറ്റി ടൈഗറായിരുന്നു മച്ലി. ഈ മച്ലി നേടിയ പദവികളുണ്ട്. മച്ലിയുടെ കഥയും ജീവിതത്തിലെ വിവിധ സംഭവങ്ങളും അവൾക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിക്കൊടുത്തു. കൂടാതെ ഈ പറയുന്ന നിരവധി പദവികളും ലഭിച്ചു. നമ്മൾക്ക് നോക്കാം ആ പദവികൾ എന്തൊക്കെയാണെന്ന്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവ എന്ന പദവി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത കടുവ എന്ന പദവി, രന്തംബോറിലെ കടുവ രാജ്ഞി എന്ന പദവി, ഇനി കടുവകളുടെ റാണിയമ്മ, മുതലക്കൊലയാളി, അടുത്തത് ലേഡി ഓഫ് ദി ലേക്സ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കടുവ, രൺതംബോറിൻ്റെ അഭിമാനം, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കടുവ, രൺതംബോറിലെ ഏറ്റവും പ്രിയപ്പെട്ട കടുവ. ഇനി നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, രൺതംബോറിലെ മച്ലി കടുവയ്ക്ക് ഇത്രയധികം പദവികൾ നേടാൻ മാത്രം എന്താണ് പ്രത്യേകത എന്ന്. അതിനാൽ തന്നെ കൂടുതൽ വൈകാതെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവയായ മച്ലിയുടെ ജീവിതകഥ നമ്മൾക്ക് കേൾക്കാം. 1996 ഒരു നല്ല ദിവസം രന്തംബോറിലെ ഒരു രാജകീയമായ ബംഗാൾ കടുവ 3 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 3 കുഞ്ഞുങ്ങളിൽ ഒന്ന് മച്ലിയായിരുന്നു. അതിന് അവളുടെ അമ്മയുടെ പേരാണ് നൽകിയിരുന്നത്. നെറ്റിയിലൊരു തിരിച്ചറിയൽ അടയാളവും മച്ലിക്കുണ്ടായിരുന്നു. എന്താണെന്നാൽ ഒരു മത്സ്യത്തിൻ്റെ അസ്ഥിയുടെ ഒരു ഷേപ്പ്. വളരെ വ്യത്യസ്തമായി മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ല. ഇവൾ എന്തു ചെയ്തെന്നോ, 2ാമത്തെ വയസ്സു മുതൽ സ്വന്തം ഭക്ഷണത്തിനായി വേട്ടയാടുവാൻ തുടങ്ങി. അങ്ങനെ അമ്മയോടൊപ്പം ഇവളും വേട്ടയാടാൻ പോവും. അമ്മയോടൊപ്പം വേട്ടയാടലിൻ്റെ ആ സാങ്കേതികമായ വിദ്യകളെല്ലാം പഠിക്കുകയും ചെയ്തു. താമസിയാതെ സ്വന്തം അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവളുടെ പ്രദേശം അവൾ ഏറ്റെടുത്തു. കാലക്രമേണ മച്ലി സ്വന്തം കുടുംബത്തെ വളർത്താനും അവളുടെ ആ പ്രദേശത്തെ ആകെ വികസിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ മച്ലി 4 പ്രസവങ്ങളിലായി ആകെ 11 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത്. ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ അവളൊരു പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് അവളുടെ 2 കുഞ്ഞുങ്ങളെ സരിസ്ക ദേശീയോദ്യാനത്തിലേക്ക് മാറ്റുകയും ഇത് അവിടെ കടുവകളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രന്തംബോർ ദേശീയോദ്യാനത്തിലെ കടുവകളിൽ പകുതിയോളം പേർക്കും അവരവരുടേതായ ജീനുകൾ ഉണ്ടായിരുന്നതിനാൽ മച്ലിയെ കടുവകളുടെ റാണിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. താമസിയാതെ തന്നെ അവൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കടുവയായി മാറി. ഒടുവിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവയായി മച്ലി കടുവ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെയധികം സംരക്ഷിച്ചിരുന്നു. അതാണ് അവളുടെ മറ്റൊരു പ്രത്യേകത. അവയെ പ്രതിരോധിക്കുവാൻ നിരവധി യുദ്ധങ്ങൾ മച്ലി നടത്തുകയുണ്ടായി. ആ വാർദ്ധക്യത്തിൻ്റെ തന്നെ അവസാന വർഷങ്ങൾ വരെ, ജീവിതകാലം മുഴുവൻ അവൾ തോൽവിയറിയാതെ തൻ്റെ ആ ജീവിത വിജയയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. 15 വർഷത്തിനിടയിൽ ഒരു യുദ്ധത്തിലും, മറ്റുള്ള മൃഗങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധത്തിലും മച്ലി തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മച്ലി രൺതംബോറിൻ്റെ രാജ്ഞിയായി അംഗീകരിക്കപ്പെട്ടത്. തൻ്റെ പ്രദേശം ആക്രമിക്കുവാനോ തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുവാനോ ശ്രമിച്ച നിരവധി ശക്തരായ ആൺകടുവകളെ മച്ലി പരാജയപ്പെടുത്തുകയുണ്ടായി.
നിരവധി ഇതിഹാസ യുദ്ധങ്ങളിൽ 14 അടി നീളമുള്ള ഒരു മുതലയുമായി മച്ചിലി പോരാടി. ആ ഒരു യുദ്ധം, മച്ചിലി ആ മുതലയുമായുള്ള യുദ്ധം രൺതംബോർ വനം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ യുദ്ധങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. ഈ ഒരു യുദ്ധത്തിൽ മച്ചിലിയുടെ 2 പല്ലുകളാണ് നഷ്ടമായത്. പക്ഷേ മുതലയെ അതിധീരമായി മച്ചിലി പരാജയപ്പെടുത്തി. മുതല കൊലയാളി എന്നൊരു പദവി കൂടി നേടി മച്ചിലി. ഈ ഒരു യുദ്ധത്തിൻ്റെ കഥ ലോകമെമ്പാടുമുള്ള വന്യജീവി പ്രേമികളുടെ ഇടയിൽ ഒരു കാട്ടുതീ പോലെയാണ് പടർന്നത്. ഇത് രൺതംബോറിലെ രാജ്ഞിയായ മച്ചിലിയെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവകളിൽ ഒന്നാക്കി മാറ്റി. ഒരു യോദ്ധാവിനെ പോലെ അഭിമാനത്തോടെയും ഉയരത്തിലും നടക്കുന്ന മച്ചിലി കടുവയ്ക്ക് 350 ചതുരശ്ര മൈൽ വിസ്തൃതിയിലുള്ളൊരു പ്രദേശമുണ്ടായിരുന്നു. അതിൽ രൺതംബോർ ദേശീയോദ്യാനത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഭാഗവും ഉൾപ്പെടുന്നു. സത്യത്തിൽ ഈ രൺതംബോർ കോട്ടയുടെ പ്രശസ്തമായ ലോക പൈതൃക സ്ഥലവും രൺതംബോർ കൊട്ടാരവും സമീപത്തുള്ള തടാകവും എല്ലാം അവരുടെ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതവർക്ക് തടാകങ്ങളുടെ ലേഡി അല്ലെങ്കിൽ തടാകങ്ങളുടെ റാണി എന്ന പദവി നേടിക്കൊടുത്തു. മച്ചിലി കടുവയുടെ വീരഗാഥകൾ പ്രചാരത്തിൽ ആയതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദേശീയോദ്യാനത്തിലേക്ക്, രൺതംബോർ ദേശീയോദ്യാനത്തിലേക്ക് ഈ രാജ്ഞിയെ കാണാൻ ഒഴുകിയെത്തി. അങ്ങനെ രൺതംബോർ ദേശീയോദ്യാനത്തിനായി പ്രതിവർഷം $10 മില്യൺ സമ്പാദിച്ചതിനാൽ ഈ ഒരു കടുവയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും ലഭിച്ചു. ഇനി ഇവളുടെ മറ്റൊരു പ്രത്യേകത, അവളുടെ പ്രദേശത്ത് വരുന്ന ആ മേഖലകളിലെല്ലാം എത്രയും എളുപ്പത്തിലാണ് അവളെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വന്യജീവി പ്രേമികളും അതേപോലെ ഫോട്ടോഗ്രാഫർമാരും എല്ലാം സന്തോഷത്തോടു കൂടി പോയി ആ കോട്ടയ്ക്കടുത്തുള്ളൊരു സ്മാരകമുണ്ട് കോട്ടയ്ക്കടുത്ത്. ആ സ്മാരകത്തിൽ അവൾ കുറേ നേരം ഇരിക്കും. അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാവർക്കും അവൾ നിന്നു കൊടുക്കുമായിരുന്നു ഫോട്ടോ എടുക്കുവാൻ. അങ്ങനെ മണിക്കൂറുകളോളം ഒരു രാജ്ഞിയെ പോലെ മച്ചിലി ഇരിക്കുമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അതേപോലെ വളരെ ബുദ്ധിമതിയും ജനസൗഹൃദപരവുമായിരുന്നു മച്ചിലി. അത് ഈ വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്ക് അവളുടെ ഫോട്ടോ എടുക്കാൻ ധാരാളം അവസരങ്ങളാണ് കിട്ടിയിരുന്നത്. അതേപോലെ വന്യമൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവൾ ഒരിക്കലും മനുഷ്യരെ ഭയപ്പെട്ടിരുന്നില്ല. അവൾ വളരെ കൂളായാണ്, അതുപോലെ ക്യാമറ സൗഹൃദപരമായിരുന്നതിനാൽ ആളുകൾ അവളുടെ ഫോട്ടോ എടുക്കുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് പോസ് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട കടുവ എന്ന പദവി ലഭിച്ചത് ഇതൊരു കാരണം കൊണ്ടാണ്. മച്ചിലി ഈ ക്യാമറ സൗഹൃദം, മച്ചിലിയുടെ ഈ ഒരു ക്യാമറയ്ക്ക് പോസ് കൊടുക്കുന്ന ആ ഒരു സൗഹൃദപരമായി നിൽക്കുന്ന ആ ഒരു കാര്യം BBC, നാഷണൽ ജിയോഗ്രഫിക്, ആനിമൽ പ്ലാനറ്റ് തുടങ്ങിയ ചാനലുകളിലൂടെ നിരവധി വന്യജീവി ഡോക്യുമെൻ്ററികളിൽ പ്രത്യക്ഷപ്പെടാൻ അവൾക്ക് അവസരം കിട്ടി. ഈ പ്ലാറ്റ്ഫോമുകൾക്ക് മച്ചിലിയുടെ ധീരത, അതേപോലെ പ്രതിരോധശേഷി, രാജകീയത എന്നിവയുടെ ആ നിമിഷങ്ങൾ എളുപ്പത്തിൽ പകർത്തുവാൻ കഴിഞ്ഞു. മച്ചിലിയെക്കുറിച്ചുള്ള ഒരു സിനിമയായ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവ 66ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ദേശീയ അവാർഡാണ് നേടിയത്. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. രൺതംബോറിലെ രാജ്ഞിയായിരുന്ന മച്ചിലി ജീവിതകാലം മുഴുവൻ ആ രാജവലുപ്പത്തിൽ തന്നെയാണ്, രാജകീയമായിട്ട് തന്നെയാണ് ജീവിച്ചത്. എന്നാൽ പ്രായമായപ്പോൾ മച്ചിലിക്ക് കർമ്മം സംഭവിച്ചു. അതെ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കടുവ, ജീവിതകാലം മുഴുവൻ ഒരു യുദ്ധത്തിൽ പോലും തോൽക്കാത്ത മച്ചിലി ഒടുവിൽ പരാജയപ്പെടുകയാണ്. 2014 വാർദ്ധക്യ സഹജമായ ആ കാരണത്താൽ മച്ചിലിയുടെ ആരോഗ്യം വഷളാവാൻ തുടങ്ങിയപ്പോൾ, അവൾ ദുർബലയാകുവാൻ തുടങ്ങിയപ്പോൾ, ഒടുവിൽ അവളുടെ പല്ലുകളും ഒരു കാഴ്ചയും നഷ്ടപ്പെടുവാൻ തുടങ്ങിയപ്പോൾ സ്വന്തം മകളായ സുന്ദരി എന്ന കടുവയോട് ഒരു പോരാട്ടത്തിൽ മച്ചിലി പരാജയപ്പെട്ടു. അതൊടുവിൽ അവൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച ആ പ്രദേശത്തെയാണ് നഷ്ടപ്പെടുത്തിയത്. അങ്ങനെയാണ് മച്ചിലി സ്വന്തം പ്രദേശത്തു നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്.
ഈ ഒരു വസ്തുത ഇതാണ്: ഒരു കടുവയുടെ ശരാശരി ആയുസ് 10 അല്ലെങ്കിൽ 15 വർഷക്കാലമാണ്. 2014 മച്ചിലിക്ക് ഇതിനകം തന്നെ 16 വയസ്സായിരുന്നു പ്രായം. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കടുവയായി അവളെ മാറ്റി. പക്ഷേ അവളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടുവയുടെ ജീവിതകഥയ്ക്ക് ഒരു നാടകീയമായ അന്ത്യമുണ്ട്, അല്ലേ? അവളുടെ ആ പ്രദേശം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ കടുവകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ അവരുടെ അധീനതയിൽ ഇരിക്കുന്ന ആ സ്ഥലം അവർ തന്നെയായിരിക്കും അവിടുത്തെ രാജാവ്. ആ പ്രദേശത്തേക്ക് മറ്റുള്ള മൃഗങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ അവളുടെ പ്രദേശം നഷ്ടമായതിനു ശേഷം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു ശേഷം, വനപാലകർ മച്ചിലിയെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് തന്നെ മച്ചിലി കാട്ടിലേക്ക് പോയ ശേഷവും വനപാലകർ അവൾക്കായി ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നൽകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല ദിവസം മച്ചിലി ഒരു മാസത്തേക്ക് അപ്രത്യക്ഷയായി. ഒടുവിൽ ഈ രന്തംബോറിന് ചുറ്റുമുള്ള ഈ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം ഇവൾ നടക്കുന്നതായി വനപാലകർ കണ്ടെത്തുകയും ട്രെയിൻ എങ്ങാനും ഇടിച്ചേക്കുമോ എന്ന് ഭയന്ന വനപാലകർ വീണ്ടും അവളെ ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നു. വാർദ്ധക്യത്തിലും ഈ മച്ചിലിക്ക് ഈ വനപാലകർ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം കഴിക്കുവാൻ ഭയങ്കര അഭിമാനക്കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്വയം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ ഇരകളെ വേട്ടയാടിക്കൊണ്ട് ഇരുന്നു മച്ചിലി. അത് സത്യത്തിൽ അവൾക്ക് ജീവിക്കാൻ പര്യാപ്തമായിരുന്നില്ല. എങ്കിലും ഇവളെക്കുറിച്ചോർത്ത് ആ വനപാലകർ വിഷമിക്കുവാൻ തുടങ്ങി. പക്ഷേ അവരിൽ നിന്നും ഒരു സഹായവും സ്വീകരിക്കുവാൻ ഈ മച്ചിലി ഒരിക്കലും നിന്നു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒടുവിൽ 2016 ഓഗസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കടുവയായ മച്ചിലിക്ക് 19 വയസ്സുള്ളപ്പോൾ മച്ചിലി അന്ത്യശ്വാസം വലിച്ചു. മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് 5 ദിവസങ്ങൾ മച്ചിലി ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേട്ടയാടാൻ കഴിയാത്തത്ര ദുർബലയായതിനാൽ അവൾ കുറ്റിക്കാട്ടിൽ എപ്പോഴും കിടപ്പായിരുന്നു. അങ്ങനെ അവസാന ദിവസം അവളുടെ ആ പഴയ പ്രദേശത്തിൻ്റെ അരികിലെ കുറ്റിക്കാട്ടിൽ അവൾ കിടക്കുന്നതായി വനപാലകർ കണ്ടെത്തി. അവർ നോക്കുമ്പോൾ അനങ്ങാൻ പോലും കഴിയാത്തത്ര ദുർബലയായിരുന്നു മച്ചിലി. അതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്തെന്നോ, സഫാരിയുടെ ആ ജീപ്പിൽ ഗൈഡുകളുമായി ഫോറസ്റ്റ് റേഞ്ചർമാരുമായി എല്ലാവരും വരികയും യാതൊരു ശക്തിയുമില്ലാതെ തളർന്നും വിളറിയും എല്ലാം ഇരുന്ന് അവസാന ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് അവരെല്ലാവരും അവിടെ എത്തിയത്. അങ്ങനെ മച്ചിലിക്ക് ഇതിലും ഒരു ഭംഗിയായ അന്ത്യം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഇവരെല്ലാവരും അവളുടെ അരികത്തായി എത്തുകയും അഭിമാനത്തോടുകൂടി ഇവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവസാനമായി അവൾ ഒരിക്കൽ കൂടി കഴുത്തുയർത്തി തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ ആളുകളെയും എല്ലാ ക്യാമറകളെയും നോക്കി ഒടുവിൽ എന്നേക്കുമായി ആ കുറ്റിക്കാട്ടിൽ അന്ത്യവിശ്രമം ചെയ്തു. ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രോട്ടോക്കോളുകൾ, അതായത് NTCA പ്രകാരമാണ് വനം ഉദ്യോഗസ്ഥർ അവളെ സംസ്കരിച്ചത്. മരണശേഷം മച്ചിലിയുടെ ആ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ആ സംഭാവനകളെ ആദരിക്കുന്നതിനായി നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഒരു സ്മാരക തപാൽ കവറും സ്റ്റാമ്പും പുറത്തിറക്കി. മച്ചിലിയുടെ ഇതിഹാസം വരും വർഷങ്ങളിൽ രന്തംബോർ വനത്തിൽ ജീവിക്കും എന്ന് ലോകത്തിലെ എല്ലാ അനിമൽ പ്രേമികളും ഈ ഞാനടക്കം വിചാരിക്കുന്നു. ഇനി ഇതേപോലെ ഒരു ഇതിഹാസം ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. രന്തംബോറിലെ ഈ മഹാരാജ്ഞിക്ക് വിട പറഞ്ഞുകൊണ്ട് അടുത്തൊരു ചരിത്ര കഥയുമായി വീണ്ടും കാണാം.